നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. മക്കളെ, നമ്മളിന്ന് SCERT SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സെറ്റ് ബിയിലെ സെക്ഷൻ ഇ ക്വസ്റ്റ്യൻ നമ്പർ 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് പോയാലോ? ഇല്ലേ, 24ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? എ മാൻ 1.6 meters tall standing at the edge of a river bank sees the top of a tree at the edge of the other bank at an angle of elevation 70 degree. Stepping back 20 meters, he sees it at an angle of elevation 35 degree. ഒരു റഫ് സ്കെച്ച് വരയ്ക്കണം. അതുപോലെ എന്താ പറയാ, നമ്മളോട് റിവറിന്റെ വിഡ്ത്തും ഹൈറ്റ് ഓഫ് ദ ട്രീയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാ. അപ്പൊ ഇങ്ങനെയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്. ഞാൻ വെറുതെ ഒന്ന് പറയാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാടാ മക്കളെ, ഇവിടെ ഒരു ട്രീ നിൽക്കുന്നുണ്ട്, ഇല്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് വിചാരിക്കുക, റിവർ ആണ് വിചാരിക്കുക. ഇതാണ് നമ്മുടെ റിവർ അല്ലെങ്കിൽ പുഴ എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ആള് 1.6 meter ഹൈറ്റ് ഉള്ള ഒരാള് നിൽക്കാണ്. അപ്പൊ ഇയാൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നേരെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മക്കളെ വരിക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നിട്ട് ഇയാള് നേരെ നോക്കുന്നതിന് പകരം ഈ ഒരു മരത്തിന്റെ മുകൾ ഭാഗം നോക്കിയപ്പോ ഇത് എത്ര ഡിഗ്രി മാൽക്കോണിൽ കണ്ടു എന്നാണോ പറയണത്? 70 degree മാൽക്കോണിൽ കണ്ടു എന്നാണ് പറയണത്. ഇനി ഇയാള് പുറകിലോട്ട് 20 മീറ്ററും കൂടി നീങ്ങി എന്താ പറയണത്? പുറകിലോട്ട് 20 മീറ്റർ കൂടി നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇയാള് ഈ റൈറ്റിൽ നിൽക്കണ്ടാവുക. അപ്പോഴും ഇയാൾ നേരെ നോക്കണമെങ്കിൽ എങ്ങനെയല്ല മക്കളെ പോവാ. അപ്പൊ ഇയാൾ പുറകിലോട്ട് മാറിയ ദൂരം 20 മീറ്റർ ആണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നിന്ന് ഇയാള് മരത്തിന്റെ മുകളത്ത് നോക്കുമ്പോൾ എത്ര ഡിഗ്രിയാണോ മക്കളെ പറഞ്ഞത്? 35 degree ആണെന്നും പറഞ്ഞു. ഈ ഒരു ഡിഗ്രി, ഈ ഒരു ആംഗിള് 35 degree ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏകദേശം ചിത്രം വരയ്ക്കാന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മരത്തിന്റെ ഉയരം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, പുഴയുടെ ആ ഒരു വീതിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതാ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അതാ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, റിവർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ട്രീ നിൽക്കുന്നുണ്ടാ. അപ്പൊ ഇവൻ ഈ റിവറിന്റെ ഇവിടെ നിന്നിട്ട് 1.6 meter ടോളുള്ള ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 70 degree മാൽക്കോണിലാണ് ഈ ഒരു ട്രീയുടെ മുകളറ്റം കണ്ടത്. അവിടെ നിന്ന് അവൻ 20 മീറ്റർ പുറകോട്ട് മാറിയിട്ട് നോക്കിയപ്പോ 35 degree, അതായത് 35 degree മാൽക്കോണിലാണ് ഇവന് കാണാൻ പറ്റിയെന്നാണ് പറയണത്, ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് മക്കളെ എന്നോട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ ഇവിടെ അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 70 degree ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കണം മക്കളെ വരിക? 180 - 70 അല്ലേ വരിക? 180 - 70 അല്ലേ വരിക? കാരണം ഇത് ലീനിയർ പെയർ ആണ്, ഇത് രണ്ടും ലീനിയർ പെയർ ആണ് വരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് തോന്നിട്ടാണ് മക്കളെ, ഈ ഒരു 180 - 70 = എന്താണ് വരിക? 110 ആണ് വരിക. അപ്പൊ ഇത് 110ഉം ഇത് 35 ആണെങ്കിൽ ഞാൻ ഇനി ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പാടാം. അപ്പൊ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യുക? അതായത് 110ഉം 135ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാ വരിക? 145 അല്ലേ വരിക? അപ്പൊ 180 - 145 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ആംഗിൾ കിട്ടില്ലേ? അപ്പൊ 10 - 5 പോയി കഴിഞ്ഞാൽ എത്രയാണ് വരിക? 5 ആണ്. 7 - 4 പോയി കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ വരിക? 3 ആണ് വരിക. 1 - 1 പോയി കഴിഞ്ഞാൽ 0 ആണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എനിക്ക് എന്താണ് കിട്ടിയടാ മക്കളെ? 35 degree ആണെന്ന് കിട്ടി. അപ്പോ ഈ ഒരു കാര്യം, അതായത് 110 ആണ്, ഇത് 35 ആണ് എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ് മക്കളെ? ഇത് ഐസോസിലസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സമ പാർശ്വ ത്രികോണം എന്നാ പറയുക. അപ്പൊ ഇത് 20 മീറ്റർ ആണെങ്കിൽ ഈ ഒരു ലെങ്ത്തും എന്താണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് 20 മീറ്റർ ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ട്രീയുടെ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതാ ഞാനിവിടെ പേര് കൊടുക്കാൻ പോവാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ A എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു, ഈ ഒരു പോയിന്റിന് B എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തു, ഈ ഒരു പോയിന്റിന് C എന്ന് പറഞ്ഞിട്ടും, ഇവിടെ ഈ ഒരു താഴത്തെ പോയിന്റ് D എന്നും ഇവിടെ E എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുകയാണ്. ഇതാ നോക്കിയടാ മക്കളെ, ഞാനിവിടെ ട്രയാങ്കിൾ ABC എടുക്കുകയാണെങ്കിൽ ഇവിടെ അതാ നോക്കിയടാ മക്കളെ, ഈ ഒരു 70 ഡിഗ്രിയുടെ ഈ BC എന്ന് പറയുന്ന സൈഡിന്റെ പ്രത്യേകത എന്താണ് മക്കളെ? ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന സൈഡാണ്, അല്ലെങ്കിൽ ഇതെന്താ പറയുക, നമ്മള് എതിർവശം എന്നാണ് പറയുക. ഓപ്പോസിറ്റ് സൈഡ് ആണ്, അല്ലെങ്കിൽ എതിർവശം എന്നാണ് പറയുക. ഇനി ഇതിനെ ഈ ഒരു 90 degree, മരമൊക്കെ നിൽക്കുമ്പോൾ 90 ഡിഗ്രിയിലല്ലേ നിൽക്കുക. അപ്പൊ ഇത് 90 degree ആണെങ്കിൽ ഇതിനെ നമ്മൾ ഈ ഒരു AC എന്ന് പറയുന്ന സൈഡിനെ നമ്മൾ എന്താണ് പറയുക? ഹൈപ്പോട്ന്യൂസ്, അല്ലെങ്കിൽ എന്തെന്ന് പറയുക മക്കളെ? കർണം എന്നാണ് പറയുക. ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയും. അപ്പൊ ഈ AB എന്ന് പറയുന്ന സൈഡ് എന്തായിരിക്കും മക്കളെ വരിക? AB എന്ന് പറയുന്ന സൈഡ് എന്തായിരിക്കും വരിക? അതായത് അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപ വശം എന്നാണ് പറയുക. അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്നാണ് പറയുക. ഇനി നോക്കിയടാ, എനിക്ക് ഇവിടെ ആദ്യം ഞാൻ ട്രീയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. ഇവിടെ തന്നിട്ടുള്ള ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏത് സൈഡാണോ മക്കളെ? ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ്. ഈ തന്നിട്ടുള്ള ആ ഒരു സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണാണ്.
അപ്പൊ ഇവര് തമ്മിൽ റിലേഷനിൽ വരുന്ന ആള് ആരാന്നറിയാം? നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ ഇല്ലേ? സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ് വരുന്നത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എതിർവശം ബൈ കർണം എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതിക്കൂടെ? ഇങ്ങനെ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് അറിയാം ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ എക്സിന് പകരം എനിക്ക് ഇവിടെ എന്ത് കൊടുക്കാടാ മക്കളെ? ഇവിടുത്തെ ആംഗിൾ എത്രയാണോ വരുന്നത്? 70 അല്ലേ വരുന്നത്? അപ്പൊ സൈൻ 70 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? സൈൻ 70 ഈസ് ഈക്വൽ ടു എതിർവശം എന്നുള്ളതിന് പകരം എന്ത് കൊടുക്കാടാ മക്കളെ? എനിക്ക് BC അല്ലേ വരിക? അപ്പൊ BC ഡിവൈഡഡ് ബൈ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസിന് പകരം എന്ത് കൊടുക്കാടാ മക്കളെ? എനിക്ക് AC എന്ന് കൊണ്ട് കൊടുക്കാം. കൊടുത്തൂടെ? BC ബൈ AC എന്ന് കൊണ്ടല്ലേ വരിക. ഇനി ഇതാ നോക്കിയടാ, സൈൻ 70യുടെ വാല്യൂ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടാ മക്കളെ? 0.937 ആണെന്ന്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു വാല്യൂ തന്നിട്ടുണ്ടാകും. ഞാനത് ഇവിടെ മാറ്റി എഴുതി വെച്ചു എന്ന് മാത്രം. അപ്പൊ സൈൻ 70ക്ക് പകരം എനിക്ക് എന്ത് കൊണ്ട് കൊടുക്കാടാ മക്കളെ? 0.9397 ഈസ് ഈക്വൽ ടു BC ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് BC ഡിവൈഡഡ് ബൈ AC പകരം എന്ത് കൊടുക്കാം മക്കളെ? എനിക്ക് 20 എന്ന് കൊണ്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ BC ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 0.9397 ഇൻറ്റു 20 എന്ന് പറഞ്ഞിട്ട് വരും. ആൻസർ എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? ആൻസർ എത്രയായിരിക്കും വരിക? 0.9397 ഇൻറ്റു 20 എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 18.794. ആൻസർ എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 18.794 എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇത്രയും ലെങ്ത് ആണ് മക്കളെ നമ്മുടെ എന്തെന്ന് പറയണത്? BC എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് എന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഇത്രയും മീറ്റർ ആണെന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? ട്രീയുടെ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഈ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? BC പ്ലസ് BE അല്ലേ വരിക? ഇവിടെ മുതൽ ഇവിടെ വരെ BEC എന്ന് പറയണതല്ലേ അല്ലെങ്കിൽ C എന്ന് പറയണതല്ലേ മക്കളെ നമ്മുടെ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്? അപ്പൊ BCയുടെ കൂടെ എന്തും കൂടിയും കൂട്ടുന്നു വരും, ABയും കൂടിയും കൂട്ടുന്നു വരും ഇല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ഒരു ലെങ്ത് എത്രയാണ് മക്കളെ? ഇത് 1.6 ആണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്തായിരിക്കും വരിക? 1.6 അല്ലേ വരിക? അപ്പൊ എനിക്ക് എന്തുകൊണ്ട് എഴുതാം? 18.794 പ്ലസ് 1.6 കൊണ്ട് എഴുതാം. അപ്പൊ എത്രയാണ് മക്കളെ വരിക? 1.6. അതിന്റെ കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 20.394 എന്ന് പറഞ്ഞിട്ട് വരും. എന്തുകൊണ്ടാണ് വരിക? 20 ഈസ് ഈക്വൽ ടു 20.394 മീറ്റർ എന്ന് പറഞ്ഞിട്ട് വരും. ഇതാണ് മക്കളെ നമ്മുടെ ട്രീയുടെ ഉയരം അല്ലെങ്കിൽ മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. ഇതാണ് മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. എനിക്ക് ഇതുപോലെ ഇനി കണ്ടുപിടിക്കേണ്ടത് ഏതാണ് മക്കളെ? റിവറിന്റെ ആ ഒരു വീതിയാണ് അല്ലെ? റിവറിന്റെ വിഡ്ത്ത് ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. റിവറിന്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് മക്കളെ വരിക? AB അല്ലേ കണ്ടുപിടിക്കേണ്ടത്? AB എന്ന് പറയുന്നത് ഏത് സൈഡാണ്? അഡ്ജസന്റ് അല്ലെങ്കിൽ സമീപവശം എന്നാണ് പറയുക. അവിടെ തന്നിട്ടുള്ളത് ഏതാണ്? ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ കർണം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തും കണ്ടുപിടിച്ചിട്ടുണ്ട്? ഓപ്പോസിറ്റ് സൈഡും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാൻ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ടാൻ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അഡ്ജസന്റും ഹൈപ്പോട്ന്യൂസും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാണ് കോസെക്സ് അല്ലേ? അതിൽ ആരെങ്കിലും വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോസെക്സ് വെച്ചിട്ട് ചെയ്യാൻ പോടാ മക്കളെ. അപ്പൊ എനിക്കറിയാലോ കോസെക്സ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം. കോസെക്സ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാടാ മക്കളെ? കോസെക്സ് ഈസ് ഈക്വൽ ടു എന്താ? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്നാണ് പറയുക. അല്ലെങ്കിൽ എന്താ പറയുക? സമീപവശം ഡിവൈഡഡ് ബൈ കർണം എന്നാണ് പറയുക. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഇവിടെ കോസ് എക്സിന് പകരം കിടക്കുന്ന ആംഗിൾ എത്രയാണ് മക്കളെ? 70 അല്ലേ എടുക്കുന്നത്? 70 അല്ലേ എടുക്കുന്നത്? ഇനി അഡ്ജസന്റ് സൈഡിന് പകരം എന്ത് കൊടുക്കാം? എനിക്ക് AB എന്നും കർണത്തിന് പകരം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസിന് പകരം AC എന്ന് കൊണ്ട് കൊടുക്കാം ഇല്ലേ? അപ്പൊ ഈസ് ഈക്വൽ ടു AB ബൈ AC എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക. AB ബൈ AC എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇനി കോസ് 70യുടെ വാല്യൂ ഓൾറെഡി ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 0.3420 ആണ്. അപ്പൊ അതിന് പകരം എന്ത് കൊടുത്തു? 0.3420 ഈസ് ഈക്വൽ ടു AB എന്താണെന്ന് അറിയോ? ഇല്ലല്ലോ. AB അല്ലേ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ABക്ക് പകരം AB തന്നെ ഇട്ടുകൂടാ മക്കളെ. ACയുടെ ലെങ്ത് എത്രയാണെന്ന് അറിയാടാ? എനിക്ക് 20 ആണെന്ന് അറിയാം. അപ്പൊ അതാ ഞാനിവിടെ ACക്ക് പകരം എന്ത് കൊടുക്കാടാ മക്കളെ? 20 കൊടുക്കാൻ പോവാ. ACക്ക് പകരം 20 കൊടുക്കാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ AB ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊണ്ടാടാ മക്കളെ വരിക? അതായത് 0.3420 ഇൻറ്റു 20 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ അത്രയല്ലേ വരിക? അപ്പൊ എത്രയാടാ മക്കളെ വരിക? 0.3420 into 20 is equal to എന്തുകൊണ്ട് കിട്ടുക മക്കളെ? 6.84 എന്ന് വരും. 6.84 മീറ്റർ ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിവറിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് വരിക. റിവറിന്റെ വിഡ്ത്ത് എത്രയാന്ന് പറഞ്ഞിട്ട് 6.84 മീറ്റർ ആണ് മക്കളെ വരുന്നത് എന്ന് പറയുന്നത്.
മറ്റേ ഭയങ്കര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യമല്ലേ, സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ നിങ്ങൾക്ക് ഒരു ചിത്രം വരയ്ക്കലും. പിന്നെ അതുപോലെ ഇതാ ഞാൻ ഈ പറഞ്ഞതുപോലെ വേണം നിങ്ങൾ എന്താ പറയുക, സൈൻ ആണോ കോസ് ആണോ ടാൻ ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നോടാ മക്കളെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പിക്ചർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കം സർക്കിൾ, വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് പറയുന്നത് അല്ലേ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ ആണ്, അല്ലെങ്കിൽ പരിവൃത്തമാണ് മക്കളെ നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ആംഗിള് ഇത് 55 ആണ്, 50 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞ സൈഡുകളുടെ ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആംഗിൾ 55 50 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എങ്ങനെയാണ് മക്കളെ നമ്മൾ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് 50 55 കൂടി കൂട്ടുമ്പോൾ എത്രയാണ് വരിക, 105 അല്ലേ വരിക. 180 105 കുറച്ചാൽ മതിയുടെ മക്കളെ. അപ്പൊ എത്ര ആൻസർ വരിക, 75 അല്ലേ വരിക. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും വരിക, 75 ഡിഗ്രി ആയിരിക്കും വരിക. ഇനി ഇവിടെ നോക്കിയടാ, ഈ ഒരു ആംഗിളിലേക്കും പ്രത്യേകത എല്ലാം 90 ഡിഗ്രിനേക്കാൾ കുറവാണ് ഇല്ലേ. അപ്പൊ അതാ നോക്കിയേ, ഞാനിവിടെ ഓൾറെഡി നമുക്ക് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലേ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെയും എന്താ പറയാ, സൈഡുകൾ ഇത് 90 ഡിഗ്രിനേക്കാൾ കുറവാണെങ്കിൽ ഈ ആംഗിൾ A ആണെങ്കിൽ ഈ ഒരു സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2r sin A. ഇത് ആംഗിൾ C ആണെങ്കിൽ ഇത് 2r sin C ആയിരിക്കും, ഇത് 2r sin B ആയിരിക്കും വരിക. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് ഇതാ നോക്കിയാടാ മക്കളെ, ഇതാ ഇവിടെ ഈ ഒരു ആംഗിൾ ഞാൻ ഓൾറെഡി 75 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ BC എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക, 2r sin എന്ന് കൊണ്ട് എഴുതാൻ പറ്റും എനിക്ക്. എക്ക് പകരം 75 ഡിഗ്രി എന്ന് കൊണ്ട് എഴുതാൻ പറ്റും. ഇത് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്റർ അല്ലേ. ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, 2 × r അല്ലേ വരുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം, 2r sin 75 ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ നോട്ട് എഴുതാം. ഇതിൽ കൂടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്, ഡയമീറ്റർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 2r മാത്രം ഇവിടെ നിർത്തുകയാണെങ്കിൽ 2r ഈസ് ഈക്വൽ ടു വരും മക്കളെ 6 ഡിവൈഡഡ് ബൈ sin 75 എന്ന് കൊണ്ടുവരും. അപ്പൊ 6 ഡിവൈഡഡ് ബൈ sin 75ന്റെ വാല്യൂ എത്രയാണ് മക്കളെ വരുന്നത്, 0.9659 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്യാൻ പോണത്, ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 0.9659 ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക, 6 പോയിന്റ്, അതായത് 6.2118 കൊണ്ടാണ് പോവുക. അപ്പൊ നമുക്ക് എന്താ പറയാ, 6.2 സെന്റിമീറ്റർ എന്ന് കൊണ്ട് എടുക്കാം. 6.2 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് മക്കളെ ഇതിന്റെ എന്തെന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6.2 സെന്റിമീറ്റർ ആയിരിക്കും വരിക. ഇനി അടുത്തത് എനിക്ക് ഇപ്പൊ ഡയമീറ്റർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ബാക്കിയുള്ള 2 സൈഡുകളാണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അടുത്ത സൈഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ AC കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കുക. AC കണ്ടുപിടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാലോ, ACയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ഏതാണ് വരുന്നത്, B അല്ലേ വരുന്നത്. AC ഈസ് ഈക്വൽ എന്തായിരിക്കും പറയുന്നത്, 2r sin B ആയിരിക്കണം പറയണത് അല്ലേ. അപ്പൊ എനിക്ക് ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ, 2r പകരം എന്ന് പറഞ്ഞു കൊടുക്കാം. 2r പകരം എന്ന് പറഞ്ഞു കൊടുക്കാം, 6.2 അല്ലേ വരുന്നത്. 6.2 ഇൻറ്റു സൈൻ ബിക്ക് പകരം എന്ന് പറഞ്ഞു കൊടുക്കാടാ മക്കളെ എനിക്ക് 55 ഡിഗ്രി അല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6.2 ഇൻറ്റു സൈൻ 55ന്റെ വാല്യൂ എത്രയാണ് മക്കളെ വരുന്നത്, 0.8192 0.8192 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മക്കളെ 6.2 ഇൻറ്റു 0.8192 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മക്കളെ 5.07904 എന്ന് വരും. 5.07 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് മക്കളെ എനിക്ക് AC യുടെ ലെങ്ത് ഇതാണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഈ ഒരു ലെങ്ത് 5.07 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയില്ലേ. ഇനി അടുത്തത് ഈ AB എന്ന് പറയുന്ന സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. AB കണ്ടുപിടിക്കാൻ എന്താണ് മക്കളെ, ABയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ എന്താണെന്ന് നോക്കി നോക്കുക, എന്താ വരിക, C അല്ലേ വരുന്നത് അല്ലേ. അതായത് AB ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ എനിക്ക് 2r sin C എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതി കൂടെ AB ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, AB ഈസ് ഈക്വൽ ടു 2r sin C എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതി കൂടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2r ഇൻറ്റു സൈൻ സിക്ക് പകരം എന്ന് കൊണ്ട് കൊടുക്കാടാ, സിക്ക് പകരം എന്ന് കൊണ്ട് കൊടുക്കാം. ആംഗിൾ എത്രയാണ് വരുന്നത്, ആംഗിൾ C എന്ന് പറയുന്നത് എത്രയാണ്, 50 ഡിഗ്രി അല്ലേ വരുന്നത്. അപ്പൊ സൈൻ 50 എന്ന് കൊണ്ട് വരും. ഇങ്ങനെയല്ലേ വരിക.
അങ്ങനെയാണെങ്കിൽ 2r എത്രയാണെന്ന് അറിയാം എനിക്ക് 6.2 ആണ് ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം മക്കളെ 0.7660 അല്ലെ 0.7660 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ അതാ നോക്കിയാ മക്കളെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പാടാ 6.2 ഇൻറ്റു 0.7660 എന്ന് പറയണ ആ ഒരു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറഞ്ഞിട്ട് കിട്ടൂടാ മക്കളെ 4.7492 എന്ന് പറഞ്ഞിട്ട് വരും. എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും എനിക്ക് 4.7492 അല്ലെങ്കിൽ 75 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇത്രയും സെന്റിമീറ്റർ ആണ് AB എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ABയുടെ ലെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ട് കിട്ടിയടാ മക്കളെ എനിക്ക് 4.75 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ ഇത്രയല്ലടാ മക്കളെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണം, ACയുടെ ലെങ്ത് കണ്ടുപിടിക്കണം, ഡയമീറ്ററും കണ്ടുപിടിക്കണം. ഡയമീറ്റർ എത്രയാണെന്ന് കിട്ടി എനിക്ക് 6.2 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അതുപോലെ ACയുടെ ലെങ്ത് കണ്ടുപിടിച്ചു, ABയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമ്മള് 25ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. എന്താണ് മക്കളെ 25ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? എന്താണ് മക്കളെ വരുന്നത്? അതായത് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ പിരമിഡ് കോൺ ആൻഡ് സ്ഫിയർ which can be packed into a cubical box of side 12 centimeters. അതായത് 12 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു ചതുരപ്പെട്ടിയിൽ വെക്കാവുന്ന പരമാവധി വലുപ്പമുള്ള സമചതുര സ്തൂപികയുടെ അതായത് ഒരു പിരമിഡിന്റെ വൃത്തസ്തൂപിക, അതുപോലെ ഗോളം ഇല്ലേ, സ്ക്വയർ പിരമിഡിന്റെ, അതുപോലെ സ്ഫിയറിന്റെ, കോണിന്റെ, ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ എന്താ പറയാടാ മക്കളെ വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തമാടാ അല്ലെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വ്യാപ്തമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കിയാടാ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫിഗർ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഒരു സമചതുര ബോക്സിന്റെ സമചതുര പെട്ടിയുടെ വക്കുകളുടെ എല്ലാം നീളം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ മക്കളെ? 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെങ്ത് 12 ആയിരിക്കും, ഈ ഒരു ലെങ്ത് 12 ആയിരിക്കും വരിക. എല്ലാ ലെങ്ത് എന്തായിരിക്കും മക്കളെ വരിക? 12 ആയിരിക്കും വരിക അല്ലേ. അപ്പൊ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ഈ ഒരു സ്ക്വയർ പിരമിഡ് അല്ലെ. അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ? എന്താടാ മക്കളെ വരിക? 1/3 A² അല്ലേ വരിക, A² അല്ലേ വരിക. അപ്പൊ അതാ നോക്കിയാടാ, ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിന്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കില്ലേ. അപ്പൊ എനിക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ A = എടുക്കാണോ മക്കളെ 12 എന്ന് പറഞ്ഞിട്ട് എടുത്തൂടെ. ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാടാ മക്കളെ വരുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് ഏതാ വരിക? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്തിനല്ലേ നമ്മൾ ഹൈറ്റ് എന്ന് പറയുക, ഈ ഒരു ലെങ്തിനല്ലേ നമ്മൾ ഹൈറ്റ് എന്ന് പറയുക. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്തിന്റെ? ഈ ഒരു ബോക്സിന്റെ ഹൈറ്റിന് ഈക്വൽ ആയിരിക്കില്ലടാ മക്കളെ. ഈ ഒരു ബോക്സിന്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 12 അല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ ഈ H = എന്ന് പറഞ്ഞിട്ട് എടുക്കാണോ മക്കളെ എനിക്ക് 12 എന്ന് പറഞ്ഞിട്ട് എടുത്തൂടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മക്കളെ വരിക? = 1/3 ഇൻറ്റു A² എന്നുള്ളതിന് പകരം എന്ത് പറഞ്ഞിട്ട് കൊടുക്കാണോ മക്കളെ എനിക്ക് 12 ഇൻറ്റു 12 ഇൻറ്റു അല്ലെ A² എന്ന് പറയുമ്പോൾ 12 A² എന്ന് പറയുമ്പോൾ 12 × 12 അല്ലേ വരിക. H = എന്താണ് മക്കളെ വരിക? 12 ആണ് വരിക. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് കിട്ടും? ഇവിടെ 3 ഈ ഒരു 12 എത്രയോട്ടാണ് മക്കളെ പോവാ? 4 പോവാ. അപ്പൊ 12 × 12 അല്ലെ, 12 × 4 എത്രയാണ് മക്കളെ വരിക? 576 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക. എന്തായിരിക്കും വരിക? 576 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. വോളിയത്തിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാലോ, സെന്റിമീറ്റർ ക്യൂബ് അല്ലേ വരിക. അപ്പൊ ആ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയതാണ്. നമുക്ക് ആകെപ്പാടെ അറിയേണ്ട എന്തായിരുന്നു? വോളിയം എത്രയാണെന്ന് മാത്രം, വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാത്രമാണ് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് ഒരു കോണിന്റെ കേസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതിക്കാൻ പോടാ മക്കളെ. എന്താ കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എന്താ? വോളിയം = എന്താടാ മക്കളെ? എല്ലാവർക്കും അറിയാവുന്ന എന്താ വരിക? 1/3 πr² എന്നാണ് പറയുക. ഇതല്ലേ കോണിന്റെ വോളിയം എന്ന് പറയുന്നത്? 1/3 πr² എന്നാണ് പറയുക. അപ്പൊ അവിടെ നോക്കിയടാ മക്കളെ, ഇതെല്ലാം 12 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതാ ഈ ഒരു ലെങ്ത്തും അല്ലെ, ഇവിടെ തൊട്ടിട്ട് ഇതുവരെയുള്ള ലെങ്ത് എന്തായിരിക്കും? 12 അല്ലേ വരിക. ഇതിന്റെ കറക്റ്റ് പകുതി അല്ലേ മക്കളെ ഇത് വരുന്നത്. അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇവിടുത്തെ R = എന്താണെന്ന് എഴുതാടാ മക്കളെ എനിക്ക് 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് അല്ലേ വരുന്നത്. അതെന്തായിരിക്കും വരിക? ഇതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് = എന്താണെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ എനിക്ക് 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. H = 12 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വോളിയം കണ്ടുപിടിക്കുക എങ്ങനെയാടാ? 1/3 ഇൻറ്റു പൈ ഇൻറ്റു ഇല്ലേ 1/3 ഇൻറ്റു പൈ ഇൻറ്റു R² പകരം എന്ത് കൊണ്ട് കൊടുക്കണം മക്കളെ എനിക്ക് 6 × 6 ഇൻറ്റു H പകരം 12 കൊടുക്കാം. ദാ ഇവിടെ 3 എതിരാവട്ടാണ് മക്കളെ പോവാ. 4 3s are 12 അല്ലേ വരിക. അപ്പൊ നമുക്ക് എന്താണ് മക്കളെ ആൻസർ വരിക? 6 × 6 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 36 ഇൻറ്റു 4 = എത്രയാണ് മക്കളെ വരിക? 144 പൈ, അതായത് 144 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതായിരിക്കും മക്കളെ നമ്മുടെ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്, ഈ ഒരു കോണിന്റെ അല്ലെങ്കിൽ വൃത്തസ്തൂപികയുടെ വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു സ്ഫിയർ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ.
സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? എല്ലാവർക്കും അറിയാതിരിക്കണം. സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോളിയം ഈസ് ഈക്വൽ ടു എന്താ പറയാ? 4/3 പൈ ആർ ക്യൂബ് എന്നാണ് പറയുക. 4/3 പൈ ആർ ക്യൂബ് എന്നാണ് പറയുക അല്ലേ? അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതിന്റെ എല്ലാത്തിന്റെ സൈഡ് എന്തായിരിക്കും വരിക? 12 12 12 എന്ന് പറഞ്ഞിട്ട് അറിയാം ഇല്ലേ? 12 12 എന്ന് പറഞ്ഞിട്ടാണ് വരിക എന്നുള്ളത് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെയുള്ള ലെങ്ത് 12 ആണെന്ന് അറിയാം. കറക്റ്റ് ഇതിന്റെ മിഡ് പോയിന്റിലുള്ള സെന്റർ വരിക. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക? 12ന്റെ ഹാഫ് 6 സെന്റിമീറ്റർ അല്ലേ വരിക? ഈ ഒരു ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു ലെങ്തും 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ആർ ഈസ് ഈക്വൽ ടു എനിക്ക് എന്താണ് കിട്ടിയിടാ മക്കളെ? 6 ആണെന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എന്തായിരിക്കും മക്കളെ വരിക? 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് വരിക? 6 × 6 × 6. അപ്പൊ ഇവിടെ 3 6 എത്ര എവിടെ മക്കളെ പോവാ? 2 ടൈംസ് അല്ലേ പോവാ അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? 4 × 6 × 6 എത്രയാണ് മക്കളെ വരിക? 36 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക? 288 അല്ലെ? 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഇതായിരിക്കും മക്കളെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി അതിലെ അടുത്ത ചോദ്യം ചെയ്യാൻ പോകണം. എന്താണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്? എന്തായിരുന്നു? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി ഈസ് കട്ട് ഓഫ് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 18 സെന്റിമീറ്റേഴ്സ് ആൻഡ് ബെൻഡ് ഇൻ ടു എ കോൺ. കാൽക്കുലേറ്റ് ദ റേഡിയസ്, ലാൻഡ് ഹൈറ്റ് ആൻഡ് ദ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഓഫ് ദ കോൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് 18 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ നിന്നും 120 ഡിഗ്രി കേന്ദ്രകോണുള്ള വൃത്താംശം വളച്ച് സ്തൂപിക ഉണ്ടാക്കി സ്തൂപികയുടെ ആരം, ചെരിവ് ഉയരം, വക്രതല പരപ്പളവ് എന്നിവ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതാ നോക്കിയടാ മക്കളെ, ഇവിടെ ഒരു 120 ഡിഗ്രി ആ ഉള്ള ഒരു സെക്ടർ വരച്ചിട്ട് ആ ഒരു സെക്ടർ വളച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കാടാ മക്കളെ? ഒരു കോൺ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഒരു കോണിന്റെ കേസിൽ അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ ഒരു സെക്ടറിന്റെ ലെങ്ത് എന്താണ്, എങ്ങനെയാണ് ആ മക്കളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? ഇതാ ഇവിടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, ഈ ഒരു റേഡിയസിനെ ഞാൻ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കുകയാണ്. അതുപോലെ ഈ ഒരു ഭാഗത്തിന് ഞാൻ എന്തായിട്ട് എടുക്കാൻ പോടാ മക്കളെ? സ്മോൾ ആർ ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവിടുത്തെ ഈ ഒരു ആറാണ് മക്കളെ ഇതിന്റെ എന്തായിട്ട് മാറുന്നത്? ആറാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? ഈ ഒരു എല്ലായിട്ട് മാറുന്നത്. അതായത് നമ്മൾ ഏത് വൃത്തത്തിൽ നിന്നാണോ മുറിച്ചെടുക്കുന്നത്, വൃത്തത്തിന്റെ റേഡിയസ് ഇവിടെ കോണിന്റെ എന്തായിട്ട് മാറുന്ന അറിയാം നമുക്ക്? ചെരിവുയരായിട്ട് മാറുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആറാടാ മക്കളെ എന്തായിട്ട് മാറുക? എല്ലായിട്ട് വരിക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഈ ഒരു സെക്ടറിന്റെ നീളം കണ്ടുപിടിക്കാൻ എങ്ങനെയാണാ മക്കളെ? സെക്ടറിന്റെ നീളം എങ്ങനെയാണാ കണ്ടുപിടിക്കുക? അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമില്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ അല്ലെ 120 ഡിവൈഡഡ് ബൈ 360. 360 എത്ര ഭാഗമാണ് 120 നോക്കുക. അതിനെ 2πr, അതിനെ ആ ഒരു പെരിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഭാഗം അല്ലടാ മക്കളെ ഈ ഒരു നീളം എന്ന് പറയുന്നത്. ഈ ഒരു സെക്ടറിന്റെ ഈ ഒരു പോർഷൻ അല്ലടാ മക്കളെ ഇതിന്റെ ബേസ് പെരിമീറ്റർ ആയിട്ട് വരുന്നത്. ഈ ഒരു കോണിന്റെ ബേസ് പെരിമീറ്റർ ആയിട്ട് വരുന്നത്. കോണിന്റെ ബേസ് എങ്ങനെയാണ് എടുക്കുന്നത്? ഒരു സർക്കിളിന്റെ ഷേപ്പിലല്ലേ? റേഡിയസ് ആറായിട്ടുള്ള ഒരു സർക്കിളിന്റെ ഷേപ്പിലല്ലേ എടുക്കുന്നത്? അപ്പൊ ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? 2π സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 2π സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ എനിക്ക് ഇവിടെ 2πയും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള മക്കളെ, അതായത് 120 ബൈ 360 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ 0യും ക്യാൻസൽ ചെയ്ത് പോയി. 12 1 ടൈംസ് ആണ്, 36 12 എത്ര ടൈംസ് ആണ് വരിക മക്കളെ? 3 ടൈംസ് അല്ലേ വരിക. അപ്പൊ 1/3r ഈസ് ഈക്വൽ ടു സ്മോൾ ആർ എന്ന് പറഞ്ഞു കിട്ടും ഇല്ലേ? അല്ലെങ്കിൽ ഇവിടെ ആറിന് പകരം എന്തെന്ന് പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല മക്കളെ, എൽ എന്ന് പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല ഇല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? 1/3 ഇൻറ്റു ആർ അല്ലെങ്കിൽ എൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 1/3 ഇൻറ്റു ആർ അല്ലെങ്കിൽ എൽ എന്ന് പറയുമ്പോൾ 18 ആണ് വരിക. അപ്പൊ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് മക്കളെ 6 ആണെന്ന് കിട്ടി. അതായത് ഈ ഒരു കോണിന്റെ റേഡിയസ് എന്താണെന്ന് കിട്ടിയടാ മക്കളെ? 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. കോണിന്റെ റേഡിയസ് 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്താ പറയാ? ഓൾറെഡി അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആ ഒരു ആൻസർ ഒന്നാമത്തെ ഭാഗത്തിന്റെ കണ്ടുപിടിച്ചു. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപികയുടെ ആരം എത്രയാണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് 6 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ചെരിവ് ഉയരം എത്രയാണാ മക്കളെ വരിക? ചെരിവ് ഉയരം എത്രയാണാ മക്കളെ വരിക എന്ന് പറയുന്നത്? 18 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി ഇല്ലേ? അതായത് റേഡിയസ് 6 ആണ്, അതുപോലെ സ്ലാൻഡ് ഹൈറ്റ് 18 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ് മക്കളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ കണ്ടുപിടിക്കാൻ പറ്റില്ല? കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഒരു കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ CSA ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്?
പൈ ആർ എൽ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ പൈ ഇൻറ്റു ആറിന് പകരം എന്ത് കൊടുക്കണം മക്കളെ എനിക്ക് 6 ഇൻറ്റു എല്ലിന് പകരം എന്ത് കൊടുക്കാം എനിക്ക് 18 കൊണ്ട് കൊടുത്തൂടെ. അപ്പൊ 6 ഇൻറ്റു 18 എത്രയാണ് മക്കളെ വരിക? 6 ഇൻറ്റു 18 എത്രയാ വരിക? 108 അല്ലേ വരിക. അപ്പൊ 108 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇതായിരിക്കും ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പ്രൂവ് ദാറ്റ് ഫോർ എ കോൺ മെയ്ഡ് ബൈ ബെൻഡിങ് എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degree cut off from any circle, the area of the curved surface is 3 times of the base area എന്നാണ് പറയുന്നത്. അതായത് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയയുടെ 3 ടൈംസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? CSA ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ബേസ് ഏരിയ എന്ന് പറഞ്ഞിട്ടാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ വരിക? CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? പൈ ആർ എൽ എ അല്ലേ. പൈ ആർ എൽ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ബേസ് ഏരിയ. എന്താണ് മക്കളെ വരിക? ബേസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താ വരിക? ബേസ് ഏരിയ എന്താ വരിക? ഇവിടെ എന്താ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? അതായത് പൈ ആർ സ്ക്വയർ അല്ലേ വരിക? 3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് പറഞ്ഞത്? 1/3 R/3 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അല്ലെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് എഴുതാം മക്കളെ? ഇവിടെ എൽ ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് എഴുതാം? അതായത് 1/3 ഇൻറ്റു ആറിന് പകരം എൽ എന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതായത് ഞാനിവിടെ എഴുതി തരാം. 1/3 ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആറിന് പകരം എനിക്ക് വേണമെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? എൽ എന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൽ ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് എഴുതാം മക്കളെ? എൽ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും? 3R എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? എൽ ഈസ് ഈക്വൽ ടു എന്താ വരിക? 3R എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? L ഈസ് ഈക്വൽ ടു 3R എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോക്കിയടാ, ഞാനിവിടെ CSA കണ്ടുപിടിക്കാൻ പോവാണ്. CSA എന്തായിരിക്കും മക്കളെ വരിക? പൈ ഇൻറ്റു 6 റേഡിയസിന് പകരം 6 തന്നെ കൊടുത്തു. L ഈസ് ഈക്വൽ ടു ഓൾറെഡി ഞാൻ ഇവിടെ എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ മക്കളെ? 3R ആണെന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ? ഇൻറ്റു 3R ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 3 അവിടെ ഇട്ടു. പൈ ഇൻറ്റു 6 ഇൻറ്റു 6 എന്താണ് വരിക മക്കളെ? പൈ ആർ സ്ക്വയർ അല്ലേ വരിക? 3 ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഇത് തന്നെയല്ലടാ മക്കളെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. CSA എന്ന് പറയുന്നത് 3 ഇൻറ്റു ബേസ് ഏരിയ ആണെന്നല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ 2 മാർക്കിന്റെ ആയിരുന്നു ആ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ചെയ്യാവുന്നതാണ് മക്കളെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലെ സെറ്റ് ബിയിലെ എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാ മക്കളെ. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് വരയ്ക്കാനുള്ള ചോദ്യങ്ങളാണ് മക്കളെ. അപ്പൊ നമ്മള് എയും ബിയും സിയും സെക്ഷനിലെ വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ എല്ലാം ഒരു വീഡിയോ, ഒറ്റ വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ബാക്കി നമ്മൾ ചെയ്യാനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു സെക്ഷനിലൂടെ ചെയ്തു പോകുന്നത്. വരയ്ക്കാനുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരയ്ക്കാനുള്ള ചോദ്യങ്ങളുടെ സെക്ഷൻ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ സെക്ഷനും കണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാടാ മക്കളെ. ആ ഒരു ടേം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പരമാവധി നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്ത് പഠിച്ചിട്ട് അടുത്ത സെറ്റ് സിയുടെ ആ ഒരു ആൻസർ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം മക്കളെ. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റ് സിയുടെ ആ ഒരു ആൻസർ കീ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻസ്. താങ്ക് യു.